ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാനെൻ്റെ വീട്ടിലോട്ടേക്ക് വന്നതാട്ടോ. അമ്മയ്ക്ക് ഞായറാഴ്ച തുടങ്ങിയൊരു പല്ലുവേദനയായി. 3 ദിവസം വേദന കഴിച്ചു. വേദനയ്ക്ക് ആക്കമില്ല. ഊനിന് പഴുപ്പുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ടോ. അനിയത്തി നേരെ കടയിലും പോയി. ഓള് 2 ദിവസം ലീവായിരുന്നു. അപ്പോൾ എന്നോടൊന്ന് വേഗം വാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതാട്ടോ. പിന്നെ ചോറും കറിയൊക്കെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് വന്നതിന് ശേഷമാണ് വെച്ചത്. കറി വയ്ക്കാനിരിക്കുന്നു. കറി ഇന്നലത്തെ കറി തന്നെ ചൂടാക്കി വന്നതിന് ശേഷം വേഗം ചോറിന് വെള്ളം വെച്ചതിന് ശേഷം ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടോ. അപ്പം കാശിമോനെ ഞാൻ അവിടെ ഐക്യപ്പടി ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനും ചെറിയ മോനും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ചേച്ചി വിളിച്ചിരുന്നു അമ്മൻ്റെ പാടം തന്നെ അറിയാൻ. കുഴപ്പമൊന്നുമില്ല, ഈ വൈകുന്നേരം വരികയാണെങ്കിൽ പോരി പറഞ്ഞ് ഓള് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങളൊരു വിഷമം പോലെ നമുക്ക് തോന്നുന്നുണ്ട്, ഒരാങ്ങളില്ലാത്തതിൽ. ഒരാങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു എന്തിനും ധൈര്യമാണ്. അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ഓരുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ വിളിക്കല്ലോ ഓരോരുത്തേക്ക് എത്താനെന്നുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവും. ഇതൊന്നുമില്ല. ഞാനും എൻ്റെ ചേച്ചിയും കല്യാണം കഴിച്ച് പോയി. പിന്നെ അനിയത്തിയാണ് അമ്മേൻ്റെ അടുത്തുള്ളത്. ഓക്കാണെങ്കിലോ ഇന്നെക്കാളും ഞങ്ങളെക്കാളും ബേജാറാണ്. അമ്മയ്ക്ക് പല്ലുവേദനയായിട്ട് ഉറക്കമില്ല, ഒന്നുമില്ല. അങ്ങനെ എണീറ്റ് നടക്കും. ഓള് വിളിച്ച് പേടിച്ചിട്ട് കേട്ടോ ഞാനും ഓടി വന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു പഴുപ്പിൻ്റെ വേദന കൊണ്ടാണ് ഉറക്കമില്ലാത്തത്. ഷുഗറും കൂടി അതിൻ്റെ കൂട്ടത്തിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പല്ല് പറിക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആങ്ങളെയും നാത്തൂനാണ് എന്താണ് അമ്മായിച്ചമാരെ നോക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് അവരടുത്ത് അവരുണ്ടാകുമ്പോഴേ ഒരു ഇനി ആശുപത്രി കേസായാലും എന്ത് ആവശ്യമായാലും അവരുണ്ടാവുമല്ലോ. പിന്നെ നമ്മളെ വിളിച്ചാൽ നമുക്ക് ചെല്ലാം. ഇനി വയ്യാതൊക്കെ കിടക്കായാലും നാത്തൂൻ എന്നെ നോക്കണം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. നമ്മൾ പെൺകുട്ടികളും പോയിട്ട് 2-3 ദിവസം നിന്ന് സഹായിക്കുക. നമ്മുടെ നാത്തൂന്മാരായാലും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളിലൂടെ കഴിയുന്നവരാവും. അപ്പം നമ്മളടക്കുന്ന കൂടെ പോയിട്ട് അവർക്കൊരു ആശ്വാസം കൊടുക്കില്ലേ, നമ്മളെ വീട്ടുകാരെ നോക്കിയിട്ടും അവർക്ക് അടുക്കളയിൽ സഹായിച്ചിട്ടും എല്ലാം കൊണ്ടും. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചേച്ചി വന്നിട്ടാ. അപ്പോൾ ഇവിടെ 2 കുറുമ്പന്മാർ ഭയങ്കര കളിയിലാണ്. ഒരുത്തനെ തൊടുമ്പോഴത്തേനും മറ്റവൻ കരച്ചിലാട്ടോ. എൻ്റെ മോനാണെങ്കിൽ ഒരാളോടും കൂടില്ല, ഒന്നുമില്ല. വിട്ടുള്ള ലോഹ്യ മാത്രം അടുത്തേക്ക് എത്തുമ്പോഴത്തേനും കരച്ചിലാണ്. രണ്ടാളും പക്ഷെ നല്ല രസം, അങ്ങോട്ടും ഇങ്ങോട്ടും ബബാന്ന് പറഞ്ഞിരിക്കും. മോനെ, അമ്മൻ്റെ മോനെന്ന് പറയുന്നതുകൊണ്ട് ഇടി കേട്ട് നോക്കിക്കാട്ടോ ശങ്കുണ്ണി. അങ്ങനെ വൈകുന്നേരം ഞങ്ങളെല്ലാവരും ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കൊലായിൽ വന്ന് ഇരുന്ന് കേട്ടോ. കൊലായിൽ ഇരുന്നതാ കുറച്ച് അങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നീല കളറായിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നത് ടാറ്റ ബൈ, സീ യു.